എലോൺ മസ്ക് ആദ്യമായിട്ട് ഒരു സംഭവം നടന്നു. അതിന്റെ 6 കാര്യങ്ങൾ ഇന്ന് രാത്രി കേൾക്കണം. ലോകം ടെലിപ്പതിയിലേക്ക് കിടക്കുന്നു. മനുഷ്യന്റെ മസ്തിഷ്കത്തിൽ ചിപ്പ് കൊടുക്കാൻ പോവാ ആദ്യമായി. ദാണ്ടേ ഇതെല്ലാം പിന്നത്തെ നിങ്ങളെ ടെലിവിഷനിൽ നോക്കണം. മസ്തിഷ്കത്തിൽ ചിപ്പ് വഴിത്തിരിവായേക്കും. നമ്പർ 1, 8 വർഷമായിട്ട് ഒരു ചെറുപ്പക്കാരൻ പക്ഷാഘാതം പിടിച്ച് കിടന്നതാ. അവന്റെ കയ്യിൽ ഈ മൈക്രോ ചിപ്പ് കൊടുത്തു. ബാക്കി കേൾക്കണം. ഞാൻ ഈ നെടുമങ്ങാട്ട് വന്നു, എനിക്കൊരു പേര വേണം. ഞാൻ സുരേഷ് മാസ്റ്ററുടെ സൂപ്പർ മാർക്കറ്റിൽ പോയി, വിലയില്ല. ഈ ബാർകോഡ് കാണിച്ചപ്പം കമ്പ്യൂട്ടർ പറഞ്ഞു ഇതിന് 21 രൂപ. ഇതുപോലെ മൈക്രോ ചിപ്പ് വെച്ചപ്പം തല പ്രതികരിക്കാൻ കൊടുത്തു. അവൻ എങ്ങനെ എഴുന്നേൽക്കും? മരുന്നേത്? ഇന്ന് രാത്രി ദാണ്ടേ അവൻ എഴുന്നേറ്റു. 8 മണിക്കൂർ ചെസ് കളിച്ചു. കിടക്കുന്നു. മനുഷ്യന്റെ കയ്യിൽ മൈക്രോ ചിപ്പ് വെച്ചപ്പോൾ തലച്ചോർ പ്രതികരിച്ചു. ഇന്ന മരുന്ന് കൊടുത്താൽ എഴുന്നേൽക്കാം. മെഡിക്കൽ സയൻസ് വളരെ മുന്നോട്ട് പോകാൻ വന്നു. ഇതാ മക്കളെ, മസ്തിഷ്കത്തിൽ ചിപ്പ് വഴിത്തിരിവായിരിക്കും. ഇത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ ശങ്കരാടി എല്ലാം എന്റെ കൈവെള്ളയിലുണ്ട് എന്ന് പറയുന്നോട്ടാണ് തോന്നുന്നത്. എവിടുന്നോ നമ്മുടെ വാട്സപ്പ് അമ്മമാര് ഫോർവേഡ് ചെയ്ത് കിട്ടുന്ന എന്തൊക്കെയോ ബെഡായും കോപ്പി എടുത്തുകൊണ്ട് വന്നിട്ട് എല്ലാം ഇവിടെ ഉണ്ടെന്ന് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് മച്ചാൻ. എന്റെ പൊന്ന് ചാത്തന്നൂരെ, നമ്മുടെ നാട്ടിൽ ഈ ഫിക്സ് വരുമ്പോൾ കയ്യിലൊരു കീ പിടിപ്പിക്കുന്ന പോലുള്ള പരിപാടി അല്ലിത്. കയ്യിലൊരു ചിപ്പ് പിടിപ്പിക്കുമ്പോഴേക്ക് അവർ ചാടി എണ്ണീക്കുക, ഏത് മരുന്ന് വേണമെന്ന് അനലൈസ് ചെയ്ത് പറയുക. അങ്ങനെ അല്ല ഈ സാധനം വർക്ക് ചെയ്യുന്നത്. ഒന്നാമത് മനസ്സിലാക്കേണ്ട കാര്യം, തലയിലാണ് ഈ സാധനം ഫിറ്റ് ചെയ്യുന്നത്. ആദ്യമായിട്ട് ഇത് യൂസ് ചെയ്യുന്നത് ഒന്നെങ്കിൽ പാരലൈസ് ആയിട്ടുള്ളവർ, അല്ലെങ്കിൽ ALS, അതായത് നമ്മുടെ സ്റ്റീഫൻ ഹോക്കിങ്സിനെ പോലെ മോട്ടോർ ന്യൂറോൺസ് പ്രശ്നങ്ങളൊക്കെ ഉള്ളവരിലാണ് ഈ സാധനം ഫിക്സ് ചെയ്യാറുള്ളത്. ഇനി അത് ഫിറ്റ് ചെയ്യുമ്പോൾ തന്നെ അവർ ചാടി എഴുന്നേറ്റ് ഇരിക്കുകയോ അല്ലെങ്കിൽ അവരുടെ തലയിലുള്ള ചിന്തകളെയെല്ലാം ഇങ്ങനെ ഉൾക്കൊണ്ടിട്ട് അവർക്ക് എന്ത് മരുന്നാണ് വേണ്ടത് എന്ന് അനലൈസ് ചെയ്ത് അറിഞ്ഞിട്ട് ആ മരുന്ന് കൊടുത്ത് എഴുന്നേൽപ്പിക്കുന്ന ഒരു പരിപാടി അല്ല എൻ്റെ പൊന്നു മച്ചാനെ ഇത്. ഇനി ഇത് തലയിലേക്ക് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ആരും ചാടി എഴുന്നേറ്റ് ഇരിക്കുകയോ അല്ലെങ്കിൽ ആ ഒരു ചിപ്പ് ഉടനെ അവരുടെ തലയിലുള്ള എല്ലാ ചിന്തകളെയും കൂടെ കൂട്ടി യോജിപ്പിച്ചിട്ട് അല്ലെങ്കിൽ അവരുടെ ഹാർട്ട് ബീറ്റോ കാര്യങ്ങളോ ഒക്കെ നോക്കിയിട്ട് ഇന്ന ഒരു മരുന്ന് ഇവർക്ക് കൊടുത്താൽ ചാടി എഴുന്നേക്കും എന്നൊക്കെയാണ് നമ്മുടെ മച്ചാന്റെ വിചാരം. പക്ഷെ ആ സാധനം അങ്ങനെ അല്ല വർക്ക് ചെയ്യുന്നത്. അത് നമ്മുടെ തലയിൽ ഉണ്ടാകുന്ന ബ്രെയിൻ സിഗ്നൽസ് വെച്ചിട്ട് ഇപ്പൊ കമ്പ്യൂട്ടറിലാണെങ്കിൽ മൗസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മൂവ് ചെയ്യിക്കാനും അല്ലെങ്കിൽ ആ മൂവ്മെന്റ് വെച്ചിട്ട് ഓരോ ടൈപ്പിംഗ് ചെയ്യാനും ഒക്കെയാണ് ഇത് സഹായകരമായി മാറുന്നത്. അല്ലാതെ നിങ്ങൾ ഈ പറയുന്ന തൊട്ട് കയ്യിലോട്ട് ഈ സാധനം പിടിപ്പിക്കുകയല്ല, അല്ലെങ്കിൽ തലയിൽ ഫിറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും മൊത്തം കാര്യം അനലൈസ് ചെയ്തിട്ട് ആ ഒരു സാധനം ഇൻഫർമേഷൻ ഒന്നും തരാൻ പോകുന്നില്ല, അവരെ എഴുന്നേൽപ്പിച്ച് ഇരുത്താനും പോകുന്നില്ല. ആകെ അതിന് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ആ പാരലൈസ് ആയിട്ടുള്ള വ്യക്തിയുടെ തലയിലെ ബ്രെയിൻ സിഗ്നൽസ്, ബ്രെയിൻ അപ്പോഴും അവർക്ക് വർക്ക് ചെയ്യുന്ന ഒരു സാധനം തന്നെയാണ്. പാരലൈസ് ആയി പോയെന്ന് വെച്ചിട്ട് അവരുടെ ബ്രെയിനിന് ഡെത്ത് ഒന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ ആ ഒരു സമയത്ത് അവരുടെ ബ്രെയിൻ സിഗ്നൽസ് വെച്ചിട്ട് അവർക്ക് ഇപ്പോൾ ഈ ഒരു മൗസിന്റെ കഴ്സർ എങ്ങനെ ആരോ പോലെ കുന്തം പോലെ ഇരിക്കുന്നത്, ഇവർക്കൊക്കെ മനസ്സിലാവണമെങ്കിൽ അങ്ങനെ പറയണം, ആ കുന്തം പോലെ ഇരിക്കുന്ന മൗസിന്റെ കുന്തം അങ്ങോട്ട് നീക്കണോ ഇങ്ങോട്ട് നീക്കണോ എന്ന് തീരുമാനിക്കാൻ പറ്റും.